الله ما بعد ഒരാൾ അയാളിങ്ങനെ പുഴയിലിങ്ങനെ അയാളെ ബോട്ടിൽ ഇങ്ങനെ പോയോട്ടുണ്ട്. അങ്ങനെ പോയിന്റെ മധ്യത്തിൽ അയാള് അതിലൊട്ടിയ ഗാറ ഇട്ടുകൊണ്ടും മീന് പിടിച്ചോണ്ടെല്ലാം ഉണ്ട്. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ട് അയാളെ തിരിച്ച് കരക്കെത്തിട്ടാകുമ്പോഴത്തേക്ക് ഒരാൾ അയാൾ കേക്കിട്, എനിക്ക് മീന് പിടിക്കുന്നത് ഇഷ്ടമാണ്, ഫിഷിംഗ് ആക്കില്ല, മീന് പിടിക്കില്ല. അപ്പൊ ആ മനുഷ്യനോട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയം. എൻ്റെ ഇഷ്ടം എന്തെങ്കിൽ ഈ പുഴയിലൂടെ ഇങ്ങനെ പോവാ, ഇവിടുത്തെ ഈ ഒരു ചന്ത, ഇതിലൊരു നാച്ചുറൽ, ഇതെല്ലാം ആസ്വദിക്കലായിട്ട് എനിക്ക് വേണത്. എൻ്റെ പ്രയോറിറ്റി അതായിട്ട് അതേ ടൈമിലോ അതിലൊട്ടിക ഒരു മീന് പിടിക്കാണ്ട് മാത്രം. ബട്ട് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്തെങ്കിൽ ആ ഇവിടുത്തെ ആ ഒരു സൗന്ദര്യ ചന്തത്തെ ആസ്വദിക്കലായിട്ട് ആ മനുഷ്യ ചൊല്ലു. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് ചൊല്ലുന്നത് ഞങ്ങൾ പഠിച്ചപ്പടിയിൽ ദ്വാരക്കിട, ആ ദ്വാരത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് മഹാന്മാർ ഞങ്ങൾക്ക് പഠിക്കും. അതായത് റബ്ബ് ഉത്തര തണ്ടാൻ ചൊല്ലതല്ല ഞങ്ങളെ പ്രയോറിറ്റി. ഞങ്ങൾ എത്ര കണ്ട് റബ്ബിടയിൽ ദ്വാരക്കിടാണ്ടിരിക്കണം. മഹാനായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പലക ചൊല്ലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ ഇന്നമ അഹ്മിലു ഹമ്മദ് ദുആ. നക്ക് ഏറ്റവും നല്ല നിയ്യത്ത് എന്തെങ്കിൽ നക്ക് ചൊമ്മ ദുആ ഇരിക്കണം. റബ്ബ് ഇജാബത്ത് തന്നാ ചൊല്ലി എനിക്ക് എത്തത് അതൊക്കെ ആ ഒരു ഉത്തരം കിട്ടുക ഇല്ലേ ചൊല്ലതല്ല എന്റെ വിഷയം. പക്ഷെ നക്ക് ചൊമ്മ റബ്ബിടയിൽ ഇങ്ങനെ ദ്വാർക്കലായിട്ട് ഇഷ്ടം. കാരണം എന്തെന്നെങ്കില് ഒരു ദ്വാർക്കോ റബ്ബ് നക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇജാമ അതിലെന്തോ ഒന്ന് റബ്ബ് നക്ക് വെച്ചിടാണ്ടായിട്ട് മഹാനായിട്ടില്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. അതുപോലെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചുമ്മ ദ്വാർക്കണം, ഞങ്ങൾ ദ്വാർക്കത് റബ്ബ് ഇഷ്ടമായിട്ടിരിക്കണം. ചിലപ്പോൾ അത് ഉത്തര കിട്ടും, ചിലപ്പോൾ ലേറ്റ് ആകും, മയ്യാവും, അത് ഞങ്ങളുടെ വിഷയമല്ല. ഞാൻ എത്ര ദ്വാരക്കിട അത് അത്ര റബ്ബറൊട്ടിಗೆ നക്ക് ആ മുണ്ടുകും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആക്കുമല്ലേ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടല്ലേ എൻ്റെ ഇടിക്കടെ ഒരു വിശ്വാസി ഒരു മുഅ്മിനായ മനുഷ്യ ചിന്തിക്കണായത്. ഈ ഒരു വിഷയം ഞാൻ ചൊല്ലു കാണുന്നെങ്കിൽ നിന്റെ ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യ അവസ്ഥയിൽ നാം ഒന്നും ഞങ്ങളുടെ മൈനാക്കണായ ഒരു വിഷയമായിട്ട് ദുആ ചൊല്ലുക ധാരാളമായിട്ട്. ഞങ്ങൾ എതിർന്നില്ല, ഞങ്ങൾക്ക് റബ്ബ് തന്നെ എനിക്ക് ഒരു വേ, ഞങ്ങളെ കൊണ്ട് വേറൊന്നും സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ആക്കും സാധ്യമുണ്ട്. എതിരെന്തെങ്കിലും കാര്യമായിട്ടുള്ള ദുആ ആയിട്ട് റബ്ബടെ ഇങ്ങനെ പരീക്ഷ എന്നുള്ളതിന്റെ ഞങ്ങൾ കണ്ടോണ്ടുള്ള ഞങ്ങളെ ഗൾഫ് രാഷ്ട്രങ്ങളില് വലിയൊരു ബേജാറ് ദുഃഖത്തിലുള്ള എനിക്കത്തെ അവസ്ഥയായിട്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ. സൂറത്തുൽ ബഖറ റബ്ബിങ്ങനെ ചൊല്ലുന്നത് പരീക്ഷണ അത് നിങ്ങൾക്ക് പണ്ടതായിട്ട് കാരണം നിങ്ങളെ മുന്നോട്ട് കഴിഞ്ഞു പോയ എനിക്കത്തെ നബിമാർ അങ്ങനെ ആ ഉമ്മത്ത് അങ്ങനെ സമുദായം അനുഭവിച്ച എനിക്കത്തെ ആ ഒരു നമ്പലം ആ ഒരു പരീക്ഷണ അത് ചെറുതൊന്നുമല്ല. എത്രയോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അന്നത്തെ മൂസാ നബിയുടെ ഉമ്മത്ത് അനുഭവിച്ച എനിക്കത്തെ കഷ്ടപ്പാട്. ഫിറഔൻ ഏകദേശം 3 ലക്ഷത്തോളം ചെറിയ മക്കളെ പോലും കൊന്ന എനിക്കത്തെ ഇങ്ങനത്തെ സാഹചര്യം എല്ലാം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തിലും അതേപോലെ അയ്യൂബ് നബി ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓരോ കാലത്തിൽ അവിടുത്തെ സമുദായം അവിടുത്തെ നബിമാർ അനുഭവിച്ചത് അങ്ങനെ പരീക്ഷണ അനുഭവിച്ചത് ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിക്കണം. അപ്പോ പരീക്ഷണ ചൊല്ലത് അത് റബ്ബുടെ ഖളാ ആയിട്ടിക്കട വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറ. ഖുർആൻ കൃത്യമായി ചൊല്ലിയിട്ടിക്കട നിങ്ങളെ പല രൂപത്തിലും ഞങ്ങൾ പരീക്ഷിക്കട. പല രൂപത്തിലും നിങ്ങൾക്ക് പേടി തന്നിട്ട് പട്ടിണി തന്നിട്ട് രോഗം തന്നിട്ട് പല രൂപത്തിലും നിങ്ങളെ ഞങ്ങൾ പരീക്ഷിക്കും. ബശ്ശിരി സ്വാബിരി എല്ലാ പരീക്ഷണം പറയുമ്പോ സബർ എടുക്കട ആൽമാർ ക്ഷമിക്കട. രണ്ട് റബ്ബ് നക്ക് ഈ ഒരു പരീക്ഷണം തന്നിട്ട് നേടുകണ്ടെങ്കിൽ നാളതിരെ ക്ഷമിക്കട സബർ എടുക്കട ചൊല്ലിക്കത്തെ ആൽമാർക്ക് ഗുഡ് ന്യൂസ് ചൊല്ലുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു അല്ലെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു ലൈഫും ചൊല്ലത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാരണം സ്വന്തം ഉമ്മയുടെ മയ്യത്ത് പോലും മുത്തുനബി തങ്ങൾ ഖബറിൽ വെച്ചിട്ട് സ്വന്തം ബെഞ്ഞായ ഖദീജയുടെ മയ്യത്ത് നബി തങ്ങൾ സ്വന്തമായിട്ട് ഖബറിൽ വെച്ചിട്ട്
ഫാത്തിമ ബീവി അല്ലാത്ത എല്ലാ മക്കളെ ആ ഒരു മയ്യത്തും മുത്തുനബി തങ്ങൾ ഖബറിൽ വെച്ചിട്ട് അല്ലെ. ബദർ യുദ്ധം കഴിഞ്ഞിട്ടാകുമ്പോ ബദർ യുദ്ധം വിജയിച്ചിട്ടാ മുസ്ലിമീങ്ങൾക്ക് വലിയ സന്തോഷമായിട്ടിരിക്കണം. പക്ഷെ ആ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നബി തങ്ങൾ മദീനത്തിൽ എത്തുമ്പോ കാണുന്നത് സ്വന്തം മോലെ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് സ്വഹാബത്തുൽ കിറാം തിരിച്ചു വേണ്ടത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എത്ര പരീക്ഷണായിട്ടിരിക്കണം അനുഭവിച്ചപ്പോ ഞങ്ങളെ ലൈഫില് പരീക്ഷണങ്ങ റബ്ബ് തൻ്റെതായിട്ടിരിക്കും. പക്ഷെ ആ സമയത്തല്ല ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, റബ്ബ് നക്ക് ഇന്റെ പരീക്ഷണ തന്നിട്ടില്ലെങ്കിലും കഷ്ടപ്പാട് തന്നിട്ടില്ലെങ്കിലും നാളെ നന്റെ റബ്ബ് നക്കൊരു സമാധാന നക്കൊരു നന്റെ ഈ ഒരു ബേജാറുക നന്റെ ഈ ഒരു ദുഃഖത്തുക റബ്ബ് സ്പന്ദിക്കൂ നക്കൊരു ഹൈറായ നാല് ബണ്ടും ചൊല്ലിക്കത്തെ ആ ഒരു വലിയ പ്രതീക്ഷയായിട്ട് ഒരു മുസ്ലിം ഒരു വിശ്വാസിക വേനായത് എന്റെ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ മികത്തൊരു വിഷയമല്ല. അതുകൊണ്ട് ഞങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കുണ്ടോ റമദാന്റെ വിഷയം റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ നോമ്പുടെ വിഷയം ഒന്ന് സാത്ത് റബ്ബച്ചുടെ വിഷയം തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. റമദാന്റെ വിഷയം ഒന്ന് സാത്ത് റബ്ബച്ചുടെ വിഷയം നന്റെ അടിമ നന്റെയിലേക്ക് കേട്ട് നന്റെ ദുആ കേട്ട് ഉജീബു ദഅവത അവിടെ ആ ദുആക്ക് നാണ് ഇജാബത്ത് തന്നെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അല്ലേ മൂന്നോ മുഞ്ഞാണ്ടൊരു മുതഅല്ലി മുദ്ദവർത്തി ചൊല്ലുമ്പോൾ ചൊത്ത് മൂന്നാല് ദുആത്തക്ക് ഇജാബത്ത് ഖണ്ഡിതമായിട്ട് കിടതിൽ ഒന്നോ അതിൽ സ്വയം നോമ്പുകാട് ദുആ ആയിട്ട് കിടേണ്ടത്. അതുകൊണ്ട് ധാരാളമായിട്ട് ഞങ്ങൾ ദ്വാർക്കണം. ഞങ്ങൾ ഇന്ത്യണ്ടല്ല എപ്പോഴും ഞങ്ങൾ ലൈഫിൽ നിരന്തരമായിട്ട് ചില ആൾമാർ കഷ്ടപ്പെടുമ്പോ മാത്രമായിട്ട് ദ്വാർക്കണേ. എന്തെങ്കിലും ഒരു ബേജാർ എന്തെങ്കിലും ഒരു ദുഃഖ പറയുമ്പോ ചുമ്മ ദ്വാർക്കണേ റബ്ബേ നീ അതൊക്കെ അങ്ങനെ ആക്കണേ. അങ്ങനല്ല, ഞങ്ങൾ നിരന്തരം ഞങ്ങൾക്ക് എപ്പോഴും ദ്വാർക്ക് ഒരു ചാൻസ് കിട്ടുക അത് ഞങ്ങൾ മിസ്സാക്കോ തീരാണ്ടായിട്ട്. പ്രത്യേകിച്ചും തഹജ്ജുദിന്റെ ടൈമും നല്ല നല്ല ടൈമും നോമ്പ് തുറക്കും മുട്ടായ ടൈം ആ ടൈം ഞങ്ങളെല്ലാം ചുമ്മ ബിസിയുള്ള എനിക്ക് എത്തണ്ട. പക്ഷെ ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു കാകന്റെ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അമൂല്യമായ വിഷയമായിരിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഈ ഇഫ്താർ സമയത്തുള്ള ആ ഒരു ദുആ അത് മടക്കപ്പെടലാണ്ടിരിക്കണേ. കാരണം അത് പഠിച്ചോട് വലിയ സന്തോഷിക്കൽ ടൈം ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഏതെല്ലാം നമുക്ക് കിട്ടിയ ടൈം ഒന്നുണ്ടാ ദ്വാർക്കൊബേനായിട്ട് നല്ലോണം ഞങ്ങൾ യൂസ് ആക്കണം. പ്രത്യേകിച്ചും എന്റെ ഞങ്ങളെ ഗൾഫിലുള്ള പ്രവാസി അങ്ങനെ കൊണ്ടായിട്ടിക്കടെ ഞങ്ങളെ ചുമ്മ കുടുംബോടെ ജീവിച്ചുകൊണ്ടുള്ളത് അങ്ങനെ കൊണ്ടുവിട്ടായിട്ടിക്കടെ ഞങ്ങളെ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടുള്ളത് അങ്ങനെ കൊണ്ടുവിട്ടായിട്ട് പല ചാരിറ്റി പ്രവർത്തനോടെ നടന്നുകൊണ്ടുള്ളത്. ചെറിയ സമ്പ്രദായത്തിന് കണ്ടെങ്കിലും പക്ഷെ അതിലൊരു ഓതി റായത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു സഹായം പൊലിക്കിടണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ എന്റെ വലിയ ദുഃഖത്തിലും ബേജാറുള്ള അവസ്ഥയിലായിട്ടിക്കടെ ഉള്ളത്. റബ്ബ് സലാമത്ത് തരട്ടെ, അങ്ങെല്ലാം പഠിച്ചോണ്ട് വലിയ സമാധാനം കൊടുക്കട്ടെ. നിരന്തരമായിട്ട് നിങ്ങളുടെ ബസ്സിൽ ഏത് വിഷയത്തിലും പ്രത്യേകമായിട്ട് അങ്കമേനായിട്ട് ദ്വാർക്ക നിങ്ങൾ അതേപോലെ നിങ്ങളുടെ സെൽഫ് നിങ്ങളുടെ ജീവനം നിങ്ങളുടെ ആഖിറ നിങ്ങളുടെ ദുനിയാവ് എല്ലാ വിഷയത്തിലും റബ്ബിടയിൽ ചൊല്ല കാണന്റെ റബ്ബ് കയറ്റിക്കിടല്ലേ നിങ്ങൾ എല്ലാ അവസ്ഥ ഗൊന്തുള്ളത് നഗലാട്ടി ആറ് നിങ്ങളുടെ ഒട്ടിക ഉള്ളതിനാട്ടി ആ ആൽമാർ ഗൊന്തവിടത് നന്റെ റബ്ബ് കയറ്റിക്കിട നന്റെ ദുഃഖവും ബേജാറും അപ്പ ആ റബ്ബിടയിൽ നിങ്ങൾ ചൊന്നിട്ട് പ്രത്യേകിച്ചും ഈ മഗ്ഫിറത്ത് റബ്ബത്തിൽ ലൈഫിൽ കുറെ തപ്പുകൾ നിങ്ങൾ വന്നുപോയി. പക്ഷെ اللهم اغفر لي ذنوبي يا رب ആത്മാർത്ഥമായി ചൊല്ലുക. കാരണം വായിൽ اللهم اغفر لي ذنوبي ചൊന്നിട്ടല്ല اللهم اغفر لي ذنوبي يا رب റബ്ബേ എൻ്റെ എല്ലാ ദോഷങ്ങളും തപ്പുക ഞങ്ങൾ നബിമാരെന്തുമല്ല നബിമാരും മഅസൂമിങ് അങ്ങ് തപ്പ് പണ്ടില്ല ഔലിയാക്കന്മാർ മഹ്ഫൂദിങ് അവർക്കെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങളെ ഞങ്ങൾ സാധാ മനുഷ്യന്മാർ ഞങ്ങളുടെ ലൈഫിൽ തപ്പുങ്ങ വന്നിട്ടില്ല. അപ്പെല്ലാം മനസ്സറിഞ്ഞ റബ്ബേ നീ നിനക്ക് പൊറുക്കണം ചെന്നിട്ടു ആ കണ്ണിടെ തന്നെടുത്ത് റബ്ബിടയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ റബ്ബ് മടക്കലാണ്ടായിരിക്കും. അത്ര ഇഷ്ടമായിരിക്കും റബ്ബിടെ ഞങ്ങളെ എല്ലാരെക്കാളും ഞങ്ങളെ പിരിസ ഞങ്ങളെ റബ്ബായിട്ടിരിക്കണം. അതായത് വലിയൊരു ചരിത്രമുള്ളത് ചൊല്ലുപോയെങ്കിലും ഉത്തരവ് അതേ സമയത്തില് റബ്ബിടയിൽ ഞങ്ങളോടും മഗ്ഫിറത്ത് നാളെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തിൽ തന്നിയില്ലാത്ത സമയത്ത് ആൽമാർ മൂസാ നബി അലൈഹി ചൊന്നാറ് നിനക്ക് തന്നി വേണം മലബറുക്ക് പേനായിട്ട് ദ്വാർക്കണം. മൂസാ നബി ആൽമാറെല്ലാം ഒട്ടാക്കിയിട്ട് എന്താക്കിട്ട് ദ്വാർക്കണം. പക്ഷെ എത്ര ദ്വാർന്നിട്ടും മല പണ്ടില്ല ഇജാബത്തില്ല. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ആ മൂസാ വിഷയേന്ദ്രയ്ക്കിട് ഈ നിങ്ങ ഈ തെച്ച മൈതാനത്തിൽ ഇത്ര ആൽമാരെ കൂട്ടത്തിൽ ഒരു മനുഷ്യല്ല 40 വർഷത്തിക്കിടെ അവന് തപ്പാക്കിയോണ്ടുള്ള ഒരു നന്മ പോലെ ഓണാക്കിട്ടിരിക്കട്ടെ തപ്പ് മാത്രമായിട്ടിക്കടെ ആ മനുഷ്യ ഭർത്തുവുമായിട്ട് നിങ്ങൾ ദ്വാ
ദുആക്ക് ഇജാബത്തില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ 40 വർഷമായിട്ട് നിരന്തരമായിട്ട് തപ്പു ചെയ്ത ഒരാളുണ്ട്. അയാൾ പുറത്തു പോയെങ്കിലായിട്ട് ഇവിടെ നമുക്ക് മല കിട്ടുന്നുണ്ട്. അപ്പൊ ഈ തപ്പാക്കിയാൽ കൊന്തവിടെ 40 വർഷം തപ്പാക്കിയാൽ ആ സദസ്സുള്ള ആൾ കൊന്തായിട്ട് ഇതിപ്പോ നന്നായിട്ട് ഇവിടെ ചൊല്ലത്. അപ്പൊ അയാളോട് മനസ്സറിഞ്ഞ് റബ്ബിടെ ഖേദിച്ചുള്ളു, റബ്ബെ 40 വർഷമായിട്ട് നാ തപ്പിത, ഇപ്പൊ നാണ് നിന്റെ മാപ്പ് കേൾക്കണ ചൊല്ലുന്നത്. അതേ ആ സ്പോട്ടിൽ അയാൾ മനസ്സറിഞ്ഞിട്ട് കണ്ണട തന്നെ എടുത്തിട്ട് റബ്ബിടയിൽ ആത്മാർത്ഥമായിട്ട് ദ്വാരട്ട്, റബ്ബെ ഇനിയോട് തപ്പുന്നാണ് ആക്കില്ല നക്ക് നീ പൊറുക്കണം ചൊന്നിട്ട് റബ്ബിടയിൽ മാപ്പ് കേട്ടിട്ടാകുമ്പോ കുറേ നേരം കഴിയുമ്പോ നല്ല മലയായിട്ട് ഇവിടെ വന്നോണ്ടുള്ളൂ. അപ്പൊ മൂസാ നബിക്ക് അതിശയം, കാരണം ഒരാളും പുറത്തു പോയിട്ടില്ലല്ലേ, ഒരാൾ പുറത്തു പോകണ്ട എങ്ങനെയായിട്ട് ഇവിടെ മല വന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ കേക്കിടെ എന്തേ മല പറവും കാണാം. അപ്പൊ ജിബ്രീൽ ചൊന്നു അയാൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തിട്ട് അതുകൊണ്ടായിട്ട് ഇവിടെ റബ്ബ് ആ മല തന്നു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം കേക്കിടെ ആ മനുഷ്യ ആരുണ്ട് നിനക്ക് നന്റെ ചൊന്നു തരമാട്ട്. അപ്പ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബ് മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലത്, ഇല്ല മൂസ 40 വർഷമായിട്ടും അയാൾ തപ്പാക്കിയിട്ടെന്നാണ് അത് മൂടി വെച്ച് മറച്ചു വെച്ച് ഇന്നത്തെ ഞാൻ എല്ലാവരും പരസ്യപ്പെടുത്തു ഒന്നാക്കൂ എന്നാണ് ഇഷ്ടപ്പെടില്ലായിട്ട് റബ്ബ് മൂസാ നബി അലൈഹിസ്സലാമിനെ ചൊന്നു. റബ്ബ് ഒരു ഞങ്ങൾ തൗബ ചെയ്യുന്നതും ഞങ്ങൾ നല്ലാവുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും റബ്ബായിട്ട് ആ മഗ്ഫിറത്ത് ബായിൽ ഇതാ റബ്ബ് തുറന്നു വെച്ചിറ. അള്ളാഹു ഞങ്ങൾ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷവും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ. നല്ലോണം മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ തൗബ ചെയ്ത ഒരു നല്ല അവസരം, ഗോൾഡൻ ചാൻസ് കിട്ടിയത്. അതുകൊണ്ട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹു ചെയ്തു പോയ എല്ലാ ദോഷവും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ.